ഹലോ അപ്പെന്ന് വന്നിരിക്കുന്നത് കുറേ സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിട്ടാണ്. അതിന് പക്ഷേ ആദ്യം ഇത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സീരീസ് യൂട്യൂബ് ചാനൽ. ആദ്യ കളക്ഷൻ ഇത് തമിഴ് സിനിമയായ പരാശക്തി എന്ന് പറഞ്ഞ ശിവകാർത്തികേയൻ സിനിമേൻ്റെയാണ്. സിനിമയുടെ തമിഴ്നാട് ബോക്സ് ഓഫീസ് പരിശോധിക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് ഓപ്പണിംഗ് ആയിട്ട് 12,65,00,000 കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. ഇനി കേരളത്തിലാണെങ്കിൽ സിനിമയ്ക്ക് 47 ലക്ഷമാണ്. അങ്ങനെ ഇന്ത്യൻ്റെ മറ്റു ഭാഗത്തേക്കായിട്ട് സിനിമയ്ക്ക് 48 ലക്ഷം കാണുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ ഇന്ത്യയിൽ നിന്ന് മാത്രം സിനിമയ്ക്ക് 15,45,00,000 ഇന്ത്യൻ കളക്ഷൻ സിനിമയ്ക്ക് ഫസ്റ്റിലെ. ഇന്ത്യൻ്റെ വെളിയിൽ സിനിമയ്ക്ക് 12,30,00,000. ടോട്ടൽ വേൾഡ് വൈഡ് 27,75,00,000 ടോട്ടൽ വേൾഡ് വൈഡ് ഓപ്പണിംഗ് സിനിമയ്ക്ക് കാണാൻ സാധിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ഓപ്പണിംഗ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. മറ്റൊരു സിനിമയാണ് നമ്മുടെ നിവിൻ പോളി അഭിനയിച്ച സർവ്വമായ എന്ന് പറഞ്ഞ സിനിമ. നമ്മുടെ അഖിൽ സത്യനാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. നിവിൻ പോളി, റിയ ഷിബു, അജു വർഗീസ്, പ്രീതി മുകുന്ദൻ എന്നിവരൊക്കെയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. പടം റിലീസ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് 18 ദിവസം ആവുകയാണ്. ക്രിസ്മസ് സ്പെഷ്യലായിട്ടാണ് സിനിമ വേൾഡ് വൈഡ് റിലീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് മാത്രം സിനിമയ്ക്ക് 65,82,00,000 കളക്ഷൻ. വേൾഡ് വൈഡ് സിനിമയ്ക്ക് 130,90,00,000. ഒരു മാസീവ് ബ്ലോക്ക് ബസ്റ്റർ ആവുകയാണ്. ഇപ്പോൾ ഓൾ ടൈം 9th ഹയസ്റ്റ് ഗ്രോസിംഗ് സിനിമയും മാറുകയാണ് നമ്മുടെ നിവിൻ പോളിയുടെ സർവ്വമയം എന്ന് പറഞ്ഞ സിനിമ. നമ്മുടെ പ്രേമലു സിനിമയുടെ ഫൈനൽ കളക്ഷൻ തകർക്കാനുള്ള പരിപാടിയിലാണ് ഇപ്പോൾ നമ്മുടെ സർവ്വമയ എന്ന് പറഞ്ഞ നിവിൻ പോളി സിനിമ. തകർക്കുമോ എന്ന് കൺബോക്സ് ചെയ്യപ്പെടുത്തുക. അടുത്ത കളക്ഷൻ ഡേറ്റ് നമ്മുടെ പ്രഭാസിന്റെ രാജാസാബാണ്. പടം റിലീസ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് 3 ദിവസം ആവുകയാണ്. നല്ല അടിപൊളി അമിട്ട് റെസ്പോൺസ് ആണ്. ബോംബാണെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. ആദിപുരുഷന് ശേഷം മറ്റൊരു അമിട്ട് ബോംബ്. കേരളത്തിലെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ 3 ദിവസം കൊണ്ട് സിനിമയ്ക്ക് 40 ലക്ഷമാണ് ടോട്ടൽ. ഡിസാസ്റ്റർ ആയ കളക്ഷൻ തന്നെയാണ്. ഓൾമോസ്റ്റ് ഒരാഴ്ചക്കുള്ളിൽ തന്നെ പല തിയേറ്ററുകളിലും സിനിമ വാനിഷ് ആവുന്ന കാഴ്ചയാണ്. എന്തായാലും ആദ്യ ദിവസം 19 ലക്ഷം, രണ്ടാമത്തെ ദിവസം 12 ലക്ഷം, മൂന്നാം ദിവസം 8 ലക്ഷം. എന്തായാലും സിനിമ ഓൾമോസ്റ്റ് വാനിഷ് ആവുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. മറ്റൊരു സിനിമയാണ് നിഖില വിമൽ അഭിനയിച്ച പെണ്ണ് കേസ് എന്ന് പറഞ്ഞ സിനിമ. അങ്ങനെ ടോട്ടൽ 2 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് നോക്കുമ്പോൾ കേരളത്തിലെ സിനിമയ്ക്ക് 75 ലക്ഷമാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യൻ്റെ മറ്റു ഭാഗത്തേക്കായിട്ട് 11.30 ലക്ഷമാണ്. ഇന്ത്യൻ്റെ വെളിയിലാണെങ്കിൽ സിനിമയ്ക്ക് ഓൾമോസ്റ്റ് 24.75 ലക്ഷമാണ്. ടോട്ടൽ വേൾഡ് വൈഡ് സിനിമ 2 ദിവസം കൊണ്ട് 1 കോടിയുടെ മുകളിൽ കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് 1,11 ലക്ഷമാണ്. എന്തായാലും 2 ദിവസം കൊണ്ട് ഈ ഒരു കൊച്ചു സിനിമ 1 കോടിയുടെ മുകളിൽ വരിക എന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് പടത്തിന്റെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിട്ട്. മറ്റൊരു കളക്ഷൻ അപ്ഡേറ്റ് ആണ് നമ്മുടെ ഷൈൻ നിഗത്തിന്റെ ഹാൽ എന്ന് പറഞ്ഞ സിനിമ. ഓൾമോസ്റ്റ് അവസാനമാവുകയാണ് പടത്തിന്റെ തിയേറ്റർ റണ്ണ്. ഓൾമോസ്റ്റ് ക്ലോസിംഗ് അപ്ഡേറ്റ് അടുത്ത ആഴ്ച ആകുമ്പോഴേക്കും വരുന്നതായിരിക്കും. കളക്ഷൻ അപ്ഡേറ്റ് ക്ലോസിംഗ് തിയേറ്ററുകളിൽ വൻ ഡിസാസ്റ്റർ ആയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഡിസാസ്റ്റർ ആയി മാറിയിരിക്കുകയാണ് സിനിമ. കേരളത്തിലെ സിനിമ 18 ദിവസം കൊണ്ട് 1,32,00,000 കളക്ഷൻ. വേൾഡ് വൈഡ് 1,63,00,000. എന്തായാലും ഷെയ്ൻ നിഗത്തിന്റെ മറ്റൊരു ഫ്ലോപ്പ് അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ സിനിമയിലൂടെ അവസാനിക്കുകയാണ് ഷെയ്ൻ നിഗത്തിന്റെ ഹാൽ എന്ന് പറഞ്ഞ സിനിമ. കൂടുതൽ സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സീരീസ് ചാനൽ.